തദ്ദേശ ഇലക്ഷനിലൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ ഒരുപാട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ഭയങ്കരമായിട്ടൊരു മുന്നേറ്റം മുസ്ലിം ലീഗിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തൽ. അപ്പോൾ അത് ഇതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് എന്നാണോ സാർ വിശ്വസിക്കുന്നത്? ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് അതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വലിയ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധാരണകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് ലീഗ് പ്രവർത്തകന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് SIR വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അത് കേരളത്തിൽ നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണ്, കേരള സർക്കാരാണ് എന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മുസ്ലിം സമുദായത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ നഷ്ടങ്ങൾ എന്താണെന്ന് അവർ പറയുന്നില്ല. ആ നഷ്ടങ്ങൾ നികത്തണം, അതിനാണ് ഞങ്ങൾ ഭരണം പിടിക്കുന്നത് എന്ന് അവർ പറയുന്നു. പൊതുവായ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ ഇത് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയിൽ നിന്ന്, ശീലത്തിൽ നിന്ന് ലീഗ് മാറിപ്പോകുന്നു എന്നുള്ളത് ആശാസ്യമായിട്ടുള്ള ഒരു പ്രവണതയല്ല. സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയം അല്ലെങ്കിൽ ആ ഒരു തദ്ദേശ ഇലക്ഷനിൽ നടന്ന ആ ഒരു റിസൾട്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിയമസഭാ ഇലക്ഷനിലും അത് ലീഗിനെ പിന്തുണക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ഇഷ്യൂ, ഒരു കള്ളം ഒരു തെരഞ്ഞെടുപ്പിലെ വിജയിക്കുള്ളൂ. രണ്ടാമതൊരു തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ വിജയിക്കൂല. കാരണം അപ്പോഴേക്കും അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഒരു നുണക്ക് ഒരു തെരഞ്ഞെടുപ്പിലെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി പറ്റുള്ളൂ, അവരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ആ ഇഷ്യൂ കെട്ടടങ്ങും, അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറൊരു റിസൾട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ലാസ്റ്റ് നടന്നൊരു നിരീക്ഷണം, മുസ്ലിം സമുദായ പാർട്ടികൾക്കിടയിൽ ഒരു മുമ്പൊന്നും ഇല്ലാത്തൊരു ഐക്യം വന്നിട്ടുണ്ടെന്നുള്ളൊരു നിരീക്ഷണം ഈ ഒരു തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും LDFനൊരു ക്ഷീണം ആണ് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? LDFന് പൊതുവെ പറഞ്ഞാൽ ഒരു ചെറിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി എല്ലാ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഇടതുപക്ഷത്തിനെതിരാണ്, മൈനോറിറ്റി തീരെ ഇടതുപക്ഷത്തെ പിന്തുണച്ചില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ മലപ്പുറം ജില്ല, ഇവിടെ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 15 ലക്ഷം വോട്ടാണ് UDFന് കിട്ടിയത്, 10 ലക്ഷം വോട്ടാണ് LDFന് കിട്ടിയത്. ഇവിടെ 70% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം പ്രപ്പോർഷൻ നോക്കിയാൽ 70-30. ഈ 30% ഹിന്ദുക്കളിൽ നിന്ന് വേണം BJPക്ക് കിട്ടുന്ന മുഴുവൻ വോട്ടുകളും പോകാൻ. ഈ 30% ഹിന്ദുക്കളിൽ നിന്ന് വേണം BJPക്ക് കിട്ടുന്ന മുഴുവൻ വോട്ടുകളും പോകാൻ. അങ്ങനെ വരുമ്പോൾ BJPയുടെ വോട്ട് കഴിഞ്ഞുള്ള വോട്ടാണ് പിന്നെ അവിടെ നിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ കോൺഗ്രസ്സിന് കുറച്ച് പോകേണ്ടതായിട്ടുണ്ട്, പിന്നെ ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷ വോട്ട് കൂട്ടിയാൽ എത്ര ലക്ഷം വോട്ട് വരും? ഇവിടെ ഈ ജില്ലയിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ 10 ലക്ഷം വോട്ടിൽ ഭൂരിപക്ഷം വോട്ടുകളും മൈനോറിറ്റി വിഭാഗത്തിൻ്റെ വോട്ടാണ്. മൈനോറിറ്റി വിഭാഗത്തിൻ്റെ വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മൈനോറിറ്റി എൻറ്റയറായിട്ട് ഇടതുപക്ഷത്തെ നാമാവശേഷമാക്കി അല്ലെങ്കിൽ അവരെ കൈയൊഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ശരിക്കും LDF കൊണ്ടുവന്ന ഏറ്റവും നല്ല സമുന്നതരായ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരുന്ന കഴിഞ്ഞ ഇലക്ഷന് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊന്ന് സാറാണെങ്കിലും V. അബ്ദുറഹ്മാൻ സാറാണെങ്കിലും അതുപോലെ PV അൻവർ, അങ്ങനെ ഒരു കാറ്റഗറിയാണ്. അതിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് PV അൻവർ എന്ന് പറയുന്നത് താങ്കളുടെ ഒരു സുഹൃത്തായിരുന്നു, അല്ലെങ്കിൽ സുഹൃത്ത് ഇപ്പോഴും ആണെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് പോയപ്പോൾ താങ്കൾക്ക് തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? അൻവർ അങ്ങനെ പോകേണ്ടിയിരുന്നില്ല. അൻവറിന് നല്ലത് ഇടതുപക്ഷ പ്ലാറ്റ്ഫോം തന്നെയാണ്. അൻവറിൻ്റെ
പ്രവർത്തനങ്ങൾക്കും മനോഗതങ്ങൾക്കുമൊക്കെ അനുയോജ്യമായിട്ടുള്ളത് ഇടതുപക്ഷ പ്ലാറ്റ്ഫോമാണ്. വലതുപക്ഷ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ രീതി, ശീലം, സംസ്കാരം ഇതൊന്നും അദ്ദേഹത്തിന് ബോധിച്ചു കൊള്ളണം എന്നില്ല. കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് ആ വ്യത്യാസം മനസ്സിലാവും. ഇടതുപക്ഷത്താകുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമ്മളെ ഒരു നിലക്കും ഒരു ശല്യപ്പെടുത്തലിനും അവർ മുതിരില്ല. പ്രത്യേകിച്ച് സ്വതന്ത്രന്മാർ എന്നുള്ള നിലയിൽ വളരെ വലിയ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് CPM അനുവദിച്ചിട്ടുണ്ട്. സാറിൻ്റെ ആ ബോധ്യം തന്നെയായിരിക്കും ഞാൻ മരണം വരെ ഇടതുപക്ഷക്കാരനായി തുടരും എന്നുള്ള. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളോട് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല.